ബിഗ് ബോസ് സീസൺ 8 എപ്പിസോഡ് 2 തുടങ്ങിയ തന്നെ ഒരു ചോദ്യത്തോടെയാണ്. എപ്പിസോഡ് 1 എങ്ങനെയുണ്ടായിരുന്നു? പലരും പറഞ്ഞു എപ്പിസോഡ് നന്നായിരുന്നു. പക്ഷെ ചിലർക്കൊരു പരാതി ഉണ്ടായിരുന്നു, ജസ്റ്റിസ് കിട്ടിയില്ല. ആ കൂട്ടത്തിൽ ഏറ്റവും ഉറച്ചു നിന്നത് പൂജയായിരുന്നു. എപ്പിസോഡ് 1 നടന്ന കാര്യങ്ങളിൽ തനിക്ക് നീതി കിട്ടിയില്ലെന്ന നിലപാടിൽ പൂജ ഉറച്ചു നിന്നു. പക്ഷെ പൂജയുടെ ആ നിലപാടിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഒരു സംഭവം കൂടി ഉണ്ടായി. എപ്പിസോഡ് 1 മറ്റൊരു പൂജയുടെ വളരെ ഇമോഷണലായ മൊമെൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത്രയും ഇമോഷണൽ ആയതുകൊണ്ട് ആയിരിക്കാം പൂജയെ അകത്തേക്ക് കൊണ്ടുവന്നത് എന്ന സംസാരമുണ്ടായി. 2 പൂജയുണ്ട്, ശ്രദ്ധിക്കണം. അവിടെയാണ് രഞ്ജിനി ഇടപെടുന്നത്. രഞ്ജിനിയുടെ ചോദ്യം വളരെ സിമ്പിളായിരുന്നു. എല്ലാവരോടും ചോദിച്ചിട്ട് തന്നെയല്ലേ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്, ആരും ഓക്കെ പറയാതെ അല്ലല്ലോ. പക്ഷെ ആ ചോദ്യം തന്നെ ഒരു തർക്കത്തിലേക്ക് പോയി. എന്നാൽ രഞ്ജിനി അവിടെ അധികം നീട്ടിയില്ല. When you say no more talking, that's it. Otherwise we will leave you all out. അവസാനം രഞ്ജിനി പറഞ്ഞത് അതിലും ക്ലിയർ ആയിരുന്നു. ഫെയർ ആണോ അൺഫെയർ ആണോ എന്ന് പബ്ലിക് തീരുമാനിക്കട്ടെ. അങ്ങനെ എപ്പിസോഡ് 1 ആ ചാപ്റ്റർ അവിടെ അടഞ്ഞു. പക്ഷെ പൂജയുടെ എപ്പിസോഡ് 2 അവിടെ അവസാനിച്ചില്ല. കട്ടക്കൂടാരം ആൻഡ് ദ നെക്സ്റ്റ് കോൺട്രവേഴ്സി. പൂജയെ പിന്നീട് രഞ്ജിനി ഹരിദാസ് നയിച്ച ഫിയർലെസ് ടീമിലേക്കാണ് തിരഞ്ഞെടുത്തത്. അവരുടെ ടാസ്ക് കട്ടക്കൂടാരം. കട്ടകൾ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ച് മുന്നോട്ട് പോകണം. ടാസ്ക് നടക്കുന്നതിനിടെ രാകേഷിന്റെ ബ്ലോക്ക് വീണപ്പോൾ അതിനൊപ്പം പൂജയുടെ ബ്ലോക്ക് കൊണ്ട് തട്ടി വീണു. റിസൾട്ട് പൂജ ഔട്ട്. പക്ഷെ പൂജ അത്ര എളുപ്പത്തിൽ ആ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. വീണ്ടും ഒരു ചോദ്യം, എനിക്ക് നീതി കിട്ടണം. പൂജയുടെ വാദം ഇതായിരുന്നു, മറ്റൊരാളുടെ ബ്ലോക്ക് തട്ടിമറിച്ചത് കൊണ്ടാണ് തൻ്റെ ബ്ലോക്ക് വീണത്. അവിടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻ്റ് ആയാലും ജഡ്ജസ് ആയാലും ഈ ജസ്റ്റിഫിക്കേഷൻ കേട്ടപ്പോൾ പലരിലും അസ്വസ്ഥത പ്രകടമായി. അപ്പോഴാണ് അഖിൽ മാരാർ തുറന്നടിക്കുന്നത്. ആജീവനാന്തം മറ്റുള്ളവരെ പഴിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല പൂജ. അതൊരു വാണിംഗ് ആയിരുന്നു. പക്ഷെ അത് അവിടെ അവസാനിച്ചില്ല. രഞ്ജിനിയും അതേ നിലപാടിനെ പിന്തുണച്ചു. മറ്റുള്ളവരെ എല്ലാത്തിനും ബ്ലെയിം ചെയ്യുക, തക്ക സമയത്ത് ഡിസിഷൻ എടുക്കാതിരിക്കുക. അങ്ങനെ എല്ലാത്തിനും മറ്റൊരാളെ ഉത്തരവാദിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് രഞ്ജിനി വ്യക്തമാക്കി. അവസാനം തീരുമാനം വന്നു, പൂജയെ ഔട്ട് ഹൗസിലേക്ക് മാറ്റി. ആൻഡ് വൺ ലാസ്റ്റ് വാർണിംഗ്. ഔട്ട് ഹൗസിലേക്ക് പോകുമ്പോഴും രഞ്ജിനി പൂജയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഓവർ അഗ്രഷൻ ഡസ് നോട്ട് വർക്ക്. യു ആർ റൂയിനിങ് യുവർ ഓൺ ചാൻസസ്. അത് വെറും ഒരു സെന്റൻസ് ആയിരുന്നില്ല. എപ്പിസോഡ് 2 പൂജയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ വാർണിംഗ് ആയിരുന്നത്. എപ്പിസോഡ് 1 ജസ്റ്റിസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ പൂജ എപ്പിസോഡ് 2 അവസാനിക്കുമ്പോൾ സ്വന്തം ആക്ഷൻസ് കൊണ്ട് തന്നെ ഔട്ട് ഹൗസിലേക്ക് എത്തി. അപ്പോൾ ചോദ്യം ഇതാണ്, പൂജ ശരിക്കും നീതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണോ, അതോ സ്വന്തം തെറ്റുകൾ സമ്മതിക്കാൻ തയ്യാറാകാത്താണോ? ബിഗ് ബോസിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇത്രയും സ്ട്രോങ് റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ പൂജയുടെ ജേർണി ഇനി എങ്ങോട്ടാ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.